കപ്പ നമ്മൾ പല വിധത്തിലും ഉണ്ടാക്കാറുണ്ട്. ദേ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. കപ്പ താളിച്ചതാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും എടുക്കാം, 4 മണിക്ക് ചായയുടെ കൂടെ വേണമെങ്കിലും എടുക്കാം. ഇത് കഴിക്കാനായിട്ട് പച്ചമുളക് ഉടച്ചതോ ഉപ്പും പുളിയും ഉടച്ചതോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതിൽ നമ്മൾ കടുക് വറുത്തിടുന്നുണ്ട്, തേങ്ങാ തിരുവിയിടുന്നുണ്ട്. അതുകൊണ്ട് ഇത് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ നമ്മൾ അരിയുന്നതിനെക്കാട്ടി ഒരല്പം കൂടെ ഒന്ന് വലുതായിട്ട് അരിയണേ കപ്പ. അതിനുശേഷം അത് 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഉപ്പും കൂടി ഇട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് അടുപ്പിലൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരുപാട് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പ ഊറ്റി കളയണമല്ലോ. വെള്ളം ഊറ്റി കളഞ്ഞാലേ ആ കപ്പയുടെയൊക്കെ മന്ദം ഒന്ന് പോയിട്ട് കപ്പ നല്ല ടേസ്റ്റായിട്ടിരിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് സാധാരണ പോലെ കടുക് വറുത്തിട്ട് അതിനകത്ത് ഒരല്പം ഉഴുന്നുപരിപ്പും കൂടിയിട്ട് കടുക് വറുക്കണം. എന്നിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടെ ഊരിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ആ കപ്പ അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് തണുത്തതിന് ശേഷമാണ്, അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് എടുത്തത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് തേങ്ങ തിരുവിതിട്ട് കൊടുക്കുകയാണ്. തേങ്ങ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് തേങ്ങ കിടക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തേങ്ങ ഇടാം, ഇല്ല ഒരല്പം മതി എന്നുണ്ടെങ്കിൽ അല്പം ഇടാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കടുക് താളിച്ചതൊക്കെ അങ്ങ് അടിയിൽ പോയി കിടക്കുകയായിരിക്കും. അത് തവിയും കൊണ്ട് അത് മേലോട്ടാക്കിയിട്ട് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റുള്ള കപ്പ താളിച്ചത് റെഡിയാണ് കേട്ടോ. കപ്പ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് എന്ന് വേണമെങ്കിലും പറയാം. 4 മണിക്കാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയാൽ വളരെ സിമ്പിളുമാണ്, വെറൈറ്റിയുമാണ് കേട്ടോ. ചെയ്ത് നോക്കണേ. ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ.